നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ഞാൻ അവനെ കൊണ്ടേ പോത്തുള്ളൂ. ഉത്സവത്തിന് എന്തായാലും നിന്റെ മോനെ അവിടെ കാണണം. അതെന്റെ ഒരു വാശിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അരവിന്ദേട്ടൻ വരുമെന്ന്? അതിനും വേണ്ടി നിന്റെ മോൻ എന്തുവാനും പ്രശ്നം? ഇതിപ്പോ ഇത്രയും നാളായില്ലയോ? ഇനി ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ എന്നോട് സംസാരിക്കട്ടെ. ഇനി ഇതിനെപ്പറ്റി ഇവിടെ ചർച്ച വേണ്ട. ഈ വട്ടം നീ പെടാനുള്ള എല്ലാ സാധ്യതയും അമ്മ കാണുന്നുണ്ട്. ശിവ, ഇത്രയും നാളായില്ലയോടാ, ഇപ്പോഴും നീ ആ പ്രശ്നം മനസ്സിൽ കൊണ്ട് നടക്കുക. ഒന്ന് പോയിട്ട് വരാടാ. അച്ഛൻ ഈ വട്ടം നല്ല വാശിയില്ല. നീ ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഫുഡ് എടുത്ത് വെക്കാം. എന്താടാ ചെറുക്ക ഇത്ര താമസം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ? അമ്മ കഴിച്ചോ? ഇല്ല, അമ്മ പിന്നെ കഴിച്ചോളാം. അമ്മ കഴിക്കേ. അമ്മ ഇങ്ങോട്ടിരുന്നേ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അച്ഛനെന്താ ഇത്ര വാശി? എന്നെ പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകുന്ന അവിടെ ആർക്കെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ? വാശിയുടെ കാര്യത്തിൽ നീ ഒട്ടും മോശമല്ലല്ലോ. ഇതിപ്പോ എത്ര നാളായെന്ന? ഈ കഴിഞ്ഞ വർഷത്തിനിടെ അച്ഛൻ ഒരിക്കലും ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അമ്മ എന്ത് ആലോചിച്ചു കൂട്ടുന്നത്? ശക്തി അവനിപ്പം എവിടെയായിരിക്കും? അവൻ എവിടെ ആയാലും അമ്മയ്ക്ക് എന്താ? ശിവ, അമ്മ നിർത്തുന്നുണ്ടോ? എനിക്ക് മതിയായി. അമ്മ കഴിച്ചിട്ട് കിടന്നു. ശിവ, അപ്പം ദേവു ശിവേട്ടന്റെ ആരുമല്ല? ദേവു, നീ ഇറങ്ങുവാന്നോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നാളെ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ആദ്യം നിങ്ങൾ ചൊല്ല്, ഞാൻ വന്നോളാം. നീ വരുമെന്ന് എന്ത് ഉറപ്പ്? ഇത് ഞാൻ വിശ്വസിക്കണം. ഞാൻ വരാം. അതിനു പിന്നാലെ അവിടെ എന്ത് നടന്നാലും ശിവയുടെ മണ്ടയ്ക്കാരും കയറരുത്. ഉത്സവം കൊടി കയറുന്നതിന് മുന്നേ ഞാൻ വരും, ഉറപ്പ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശിവ നാട്ടിലേക്ക്. എത്ര നാളിന് ശേഷം അവിടെ നീ നാട്ടിൽ പോകുന്നത്? പിന്നെന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? അരവിന്ദ സാർ എന്നെ കൊണ്ടുപോകുന്ന വാശി. എന്നാ പിന്നെ പോയിട്ട് വരാമെന്ന് ഞാനും കരുതി. ഇതിന്റെ പേരിൽ ഇനി അമ്മ സങ്കടപ്പെടുന്നത് കാണാൻ വയ്യ. ശരിക്കും ഈ ശക്തിയും ദൈവവും ഒക്കെ ആരടാ? നിന്റെ ലൈഫിൽ അവർക്ക് എന്തോ റോളാ ഉള്ളത്? ശക്തി എന്റെ ഫ്രണ്ടായിരുന്നു. എനിക്ക് അവനെ ഭയങ്കര. അപ്പൊ ഈ ദേവു നിന്റെ ആരാ? ദേവു ഞങ്ങളുടെ കളിക്കൂട്ടുകാരായിരുന്നു. ഞങ്ങളെപ്പോഴും ഒന്നിച്ചായിരുന്നു. പക്ഷെ അവളുടെ അച്ഛന് ഞങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല. വളർന്നു വരുന്നതനുസരിച്ച് അയാളെ വെറുപ്പ് അവൾക്കും പകർന്നു കൊടുത്തു. പിന്നെ പിന്നെ അവൾക്കും ഞാൻ ആരുമില്ലാതെ. ശക്തി നീ തമ്മിൽ കോണ്ടാക്ട് ഇല്ലേ ഇപ്പൊ? ശക്തിയോട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഒന്നും മറച്ചു വെക്കാനാവാതെ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരിടം. എന്റെ പൊന്നിനികിലെ, നീ എന്തു ഈ കാണിക്കുന്നേ? അമ്പലവാ, അത് ഓർത്തോ. അതിനിപ്പോ എന്താ? ഇത് ശക്തിക്ക് അയച്ചു കൊടുക്കാനാ. പറഞ്ഞ പോലെ അവന്മാരിത് ഇവിടെ പോയി. അവന്മാരെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇന്നലെ നല്ല കോലത്തിനല്ലേ രണ്ടുപേരും പോയത്. വീട്ടിൽ കയറ്റാൻ താമസിച്ചു കാണും. ശിവ, നീ എണ്ണിക്കുന്നുണ്ടോ? നീ എന്തിനാനും അവനെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അപ്പൊ ഉറങ്ങട്ടെ, രാത്രി അധ്വാനിക്കാൻ പോയതല്ലേ. അതൊക്കെ പോട്ടെ. ഇന്നലെ മഹാവീരനെ ഇവിടെ ആരാ കൊണ്ടുവിട്ടത്? എഴഞ്ഞു വന്നോ അതോ നടന്നു വന്നോ? ശക്തി ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ കുടിക്കാനും അവൻ ഇവനെ എടുക്കാനും. രാവിലെ തന്നെ അച്ഛനും അമ്മ നല്ല ഫോമിലാണല്ലോ.
തന്നെ ഇങ്ങ് വന്നു. വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇന്നല്ലേ ഉത്സവം. അരവിന്ദൻ സാർ എന്താ ചിരിക്കാതെ നിൽക്കുന്നേ? ഒന്ന് ചിരിക്കുന്നേ. എനിക്കും കൂടെ ചേർത്ത് നാട്ടുകാർ ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പുത്രനാകാനും വേണ്ടി നല്ല മഹത്തായ കാര്യങ്ങളാണല്ലോ നാട്ടിൽ ചെയ്യുന്നത്. അച്ഛൻ രാവിലെ തന്നെ സീരിയസ് ആണല്ലോ. നമുക്ക് പരിഹരിക്കാന്നേ. എപ്പോഴത്തേക്ക്? അതെനിക്കറിയെങ്കിൽ ഞാൻ ആരായി പോയേനെ. അമ്മേ, ഞാൻ മോളിൽ കാണും അവൻ്റെ അടുത്ത്. ആഹാ, എന്താ ഒരു ഉറക്കം. ശിവ, ഇവനെ വിളിക്കുന്ന വിളിയാ ക്ഷേത്രത്തിൽ ചെന്ന് പരമേശ്വരനെ വിളിച്ച് അങ്ങാരെങ്കിലും വിളിക്കും. അത് പുണ്യം കിട്ടും എനിക്ക്. ഇവനെന്താ ഉറക്കത്തിച്ചിരിക്കുന്നു? ഇപ്പൊ ശരിയാക്കി തരാം. എടാ കോപ്പേ, എണീക്കണം. എന്താണ് രാവിലെ തന്നെ നിനക്ക് ഉറക്കമില്ലേ? ഇന്നലെ കുറച്ച് കൂടിപ്പോയല്ലേ? ഹേയ്, കുറച്ചേ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എടുത്തോണ്ട് വരേണ്ടി വന്നില്ല. ഭാഗ്യത്തിന് നീ നടന്നാ വന്നെ. നീ ഇങ്ങ് വാ, കുറച്ചു നേരം കിടന്നിട്ട് പോ. രാവിലെ തന്നെ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. രാവിലെ നെഗിരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ദേവുവിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന്. ദേവിയുടെ? ആ, എന്നാ കണ്ടിട്ട് തന്നെ. എത്ര മണിക്കാ അവളുടെ പ്രോഗ്രാം? നിനക്കെന്താ ഒരു ചിരി? ശിവ, വേണ്ട. എന്ത് വേണ്ടെന്ന് ശക്തി? അവളെ തന്ത കാരണം നാട്ടുകാർക്ക് മുന്നിൽ നമ്മൾ ഏത് പേരിലാണ് നിൽക്കുന്നത്. അതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ല. എന്തിനാണ് വെറുതെ? അവളൊരു പാവമില്ല. പിന്നെ പാവം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അവൻ പോയി. ഇനി എന്തോ വരുന്നുണ്ടല്ലോ. നിഖിലാന്നല്ലോ, ചിലപ്പോ കാണാത്തോണ്ടായിരിക്കും. ശക്തി, നിങ്ങളിത് എവിടാ? വരുന്നില്ലേ? ശക്തി, വാടാ. ആഹാ, നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമോ? തിരിച്ചു വരുന്നതിന് 4 കാലിലാണോ അതോ എഴിഞ്ഞുകൊണ്ടാണോ? കുടിച്ചാലും എഴയേണ്ട അവസ്ഥ വരില്ല. എന്നെ ഇവൻ വന്ന് എടുത്തോളും. ശിവ, അമ്മ, ഞങ്ങൾ ഇറങ്ങുവാ. വരാൻ താമസിക്കും. അമ്മ എപ്പോഴും അമ്പലത്തിൽ വരുന്നതെന്ന് വെച്ചാൽ വിളിക്ക്, ഞാൻ വന്നോളാം. അച്ഛനോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കുറച്ച് സമാധാനത്തിൽ സംസാരിച്ചോളൂ നിനക്ക്. അച്ഛനെങ്ങനാണല്ലോ, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് അങ്ങ് മാറും. എന്റെ അറിവില് അച്ഛൻ അമ്മയോടും നിന്നോടും മാത്രം നല്ല സന്തോഷത്തില. എടാ, പോകുന്ന വഴിക്ക് ദാമുവിന്റെ കടകൾ അവിടെ ഒന്ന് നിർത്തണേ. അവിടെ എന്താ, നിനക്ക് വല്ലതും മേടിക്കാനാണോ? അവൻ ഇന്നലെ തൊട്ട് വിടുക. ഇവനെന്താ ഒന്നും മിണ്ടാതിറങ്ങിപ്പോയത്? എടാ ശിവ, ഞാൻ വരണ്ടേ? വേണ്ടടാ, ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ ഇരിക്കും. ഇന്ന് ഇതിവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇത് തരാനാണ് നിന്നെ വിളിച്ചോണ്ടിരുന്നത്. ദൈവമേ, ഓഫർ ലെറ്റർ ആണല്ലോ. ഇതൊരു വീണ്ടും അയച്ച. എന്താടാ ശിവ, വല്ല ലവ് ലെറ്റർ വന്നു? പിന്നെ ലവ് ലെറ്റർ? നീ ഒന്ന് പോയെ. പിന്നെ എനിക്കിങ്ങനെ ഒരു ലെറ്റർ വന്ന കാര്യം ശക്തി അറിയണ്ട കേട്ടോ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, നീ പറഞ്ഞത് ചെയ്താൽ മതി. തൽക്കാലം ഇതവൻ അറിയണ്ട. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? അമ്പലത്തിലോട്ടാണോ? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാ. നീ വരുന്നില്ലേ? അല്ല, നിങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ? ശക്തി ഉണ്ടോ നിന്റെ കൂടെ? ശക്തി കാറിലിരിപ്പുണ്ട്. ഇനിയും താമസിച്ച എന്നെ അവനോട് നിർത്തിയിട്ട് പോകും. പോട്ടടാ താമോ. നിന്നോടും നിന്റെ മറ്റവനോടും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ ദാമു ദാമു എന്ന് വിളിച്ച് കളിയാക്കരുതെന്ന്. എന്തോളം ദാമുവിനെ ദാമുവല്ലേ, എന്നെ ദാസെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കൊച്ചു പിള്ളേർ വരെ ഇപ്പൊ എങ്ങനെയാടാ വിളിക്കുന്നത്? ചുമ്മാ ഇടന്ന് ചലക്കാതിരിക്കല്ലേ. നീ ഒന്ന് അടങ്ങ്, ഞങ്ങൾ ഇതാ വരുന്നു. നീ എന്താണ് എനിക്ക് ഈ ഒറ്റയ്ക്കിരുന്ന് ഞെളിവിരി കൊള്ളുന്നത്? എന്താണെന്നറിയത്തില്ല, രാവിലെ മുതൽ ഈ ഗേൾസ് എല്ലാം എന്നെ നോക്കുവാടാ. അമ്പലത്തിന്റെ മുമ്പിൽ ഏതാ പൊട്ടെന്നായിരിക്കും അവര് ചിന്തിക്കുന്നത്. പോടാ, സൗന്ദര്യബോധമില്ലാത്തവനെ. ഡാ, അവന്മാരെത്തി, ബാ നമുക്ക് അങ്ങോട്ട് പോവാം.
എന്താടാ ഇത്ര താമസം? നിങ്ങൾ എത്ര നേരമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്? അത് നിങ്ങൾ ഇങ്ങോട്ട് ചോദിയിരുന്നു എന്താ ഇത്ര ലേറ്റ് എന്ന്. വരുന്നവിടെ നിന്ന് രണ്ടിടത്ത് കയറാനുണ്ടായിരുന്നടാ. ആ എന്തായാലും ഇപ്പൊ വന്നില്ലേ, വാ നമുക്ക് അകത്തോട്ട് കയറാം. ഇന്ന് അമ്പലത്തിൽ ഉത്സവം തന്നെ ആണോടാ? അല്ല, കുടിയന്മാരെല്ലാം പതിവില്ലാതെ അമ്പലത്തിൽ കയറിയേക്കുന്നു. ഇവന്മാര് വെറുതെ ഇരന്ന് മേടിക്കാൻ വരുക. അവന്മാരെ ഇറക്കട്ടടാ, അതിനനുസരിച്ച് കൊടുക്കാനല്ലേ ഇവിടെ ആള് നിൽക്കുന്നത്. നീക്കുന്നതൊക്കെ കൊള്ളാം, വന്ന ഉത്സവം കണ്ടിട്ട് പോണം, അല്ലാതെ ഞങ്ങൾ നാട്ടുകാർക്ക് വെറുതെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. വരണേ, വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അടിയുണ്ടാവുമ്പോ അല്ലെ നാട്ടിലൊരു സംസാരം ഉണ്ടാവുമ്പോ പത്തായത്തിൽ കയറി ഇരുന്നിട്ട് നാട്ടുകാരുടെ പിന്നിൽ നിന്ന് കത്തിക്കുന്നവന്മാരാണോ കൈക്ക് പണി ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. നീ ഒന്ന് ചുമ്മാ ഇരി ശിവ. അവന്മാരങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാത്തിരിക്കുക. നമ്മളായിട്ട് എന്തിനാ? അവന്മാര് വരട്ടടാ, നമുക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തുവിടാം. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്റെ കടം ഇപ്പോഴും ബാക്കിയാ. കഴിഞ്ഞ വർഷത്തെ പോലെ നിങ്ങൾ തരികിട എടുക്കാനാണെങ്കിൽ നാട്ടുകാരായിരിക്കത്തില്ല, ഞാനായിരിക്കും നിന്നെ തീർക്കുന്നത്. പിന്നെ നീ അവനെ കയറി അങ്ങ് ചുട്ടും. ഡാ വിളിച്ചോണ്ട് പോടാ ഇവനെ. വാടാ, നമുക്കെന്നാ അങ്ങോട്ട് പോവാം. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അടി കിട്ടാതെ പിടിച്ചോണ്ട് വന്നേനാമോ? ഇവന്മാരെ തമ്മിൽ അടുപ്പിക്കണം, അതിനെന്തെങ്കിലും വഴിയുണ്ടോ നീ ആദ്യം ആലോചിക്കും. അല്ലടാ, ഇന്നിനി എന്താ പ്രോഗ്രാം? ഇന്ന് ദേവികയുടെ പ്രോഗ്രാം ഉണ്ട്. എന്തായാലും ഉള്ള പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും ഞാൻ രണ്ടെണ്ണം അടിക്കും. പിന്നെ നീ ഒന്ന് അടിക്കും. ദേവു, കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം. ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്ത. ഒന്ന് നിൽക്കേണ്ട ദേവു, ഞങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു. ശരിയാ, നീ ഞങ്ങളെ കണ്ടില്ല, പക്ഷേ ദൂരെ നിന്ന് രണ്ടുപേര് നിന്നെ നോക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആര്? നീ അങ്ങോട്ടും നോക്കിക്കാതെ ആരൊക്കെയാണെന്ന്. ഇവനിതെങ്ങോട്ടേക്ക് പോകുന്നത്? അത്ര സ്പീഡിൽ അവന്റെ നടത്തം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല ശക്തി? ഇവൻ നന്നാവില്ല. എനിക്കത് പണ്ടേ മനസ്സിലായതാ. നിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂടി? ഇല്ല, അവരങ്ങനെ ചെയ്യത്തില്ല. അച്ഛനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് എന്തോ ഒരു ക്ഷീണം. അച്ഛാ, എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ചിലപ്പോ അച്ഛനും കൂടെ പോകുന്നോണ്ടായിരിക്കും. പേടിക്കണ്ട, അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം. നീ വീട്ടിലോട്ട് വരുന്നുണ്ടോ? വേണ്ട, മാധു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ നിന്നോളാം. ഇവനെന്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ശിവ, നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇവിടെ ഇരിക്കുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ. ആരെ ഇത്ര കാര്യമായിട്ട് നോക്കുന്നേ? അത് ഞാൻ പുറത്ത് ബഹളം ശ്രദ്ധിക്കുമായിരുന്നു. പുറത്തെ ബഹളമാണോ അത് പുറത്ത് നിൽക്കുന്ന രണ്ടുപേരെയാണോ? നീ വാ, നമുക്ക് ഒരുങ്ങാം.
കുട്ടാടൻ പാടത്ത് കുറി നാടും പണിയും നടക്കും. ഇവന്മാരിത് നീ എന്തിനാടാ ഈ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് കേറുവാ ശക്തി. നീ ഇങ്ങോട്ട് വന്നോ. കാര്യങ്ങൾ ചൊല്ലിയില്ലേ ഒരു 100 കൂട്ടം കാര്യങ്ങള്. കണ്ടിട്ടും പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങൾ എന്താണല്ലോ. കരക്കാരു പറഞ്ഞു ചിരിക്കുമ്പോൾ നാണം കൊണ്ടിക്കുന്നു. അവന്മാരുടെ കൂപ്പലൊരു തുള്ളല് പുറത്ത് വെച്ചിട്ട് അവന്മാരെ ഉപദേശിക്കുന്ന നാട്ടുകാരാണെങ്കിൽ കൂടെ കടന്നു തോന്നുന്നു. അതിപ്പോ നിനക്കറിയാലോ, അവന്മാരെയൊക്കെ അവന്മാരെ ആരും ഒന്നും പറയത്തില്ല. അതിപ്പോ നീ ആയാലും. നിന്നോട് ഞാൻ അവന്മാരെ പുകഴ്ത്താനല്ല പറഞ്ഞത്. എന്നാണെങ്കിൽ ആ ദേവികയുടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്ന കേട്ട്. ശിവയ്ക്ക് അവളോട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷെ ശക്തി അങ്ങനല്ല. അത് നല്ലൊരു ഐഡിയ. അവൾക്ക് എന്തായാലും ശക്തിക്ക് നോവാതിരിക്കത്തില്ല. പണ്ട് സ്കൂൾ മുതലേ ഉണ്ടല്ലോ ശക്തിക്ക് അവളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം. നീ എന്താ ദേവു വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? എന്തോ ഒരു പേടി. എന്തിനാ? അവരെ കണ്ടിട്ടാണോ? അവരെ കണ്ടിട്ട് ഞാൻ എന്തിനു പേടിക്കണം? എനിക്ക് അങ്ങനത്തെ ഒരു പേടി അവരുടെ കാര്യത്തിലില്ല. എനിക്ക് ശക്തിയുടെ കാര്യത്തിൽ വലിയ പേടിയില്ല. പക്ഷെ ശിവേട്ടൻ എന്നോടുള്ള ദേഷ്യം എന്തിനാന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം. പണ്ട് ഈ നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് ശിവേട്ടനെ തെമ്മാടിന്ന് വിളിച്ച് അച്ഛൻ പരിഹസിക്കപ്പെടും. ഞാൻ നോക്കി നിന്നിട്ടേ ഉള്ളൂ. പണ്ട് നിങ്ങൾ ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല, പക്ഷെ അവരെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഞാൻ അവരുടെ കൂടെ ഉള്ളതുപോലെ തോന്നും. എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യം വെളിപ്പെടുത്താനുണ്ട്. നീ വെളിപ്പെടുത്തടാ, ഞങ്ങള് കേൾക്കും. ഇവനില്ലയോ ഈ ശിവ, അവൻ നിങ്ങളെ ചതിക്കുക. ആര്? ഈ ഇരിക്കുന്ന ഇവനോ? നമ്മുടെ ശിവയെ കുറിച്ച് എന്നാന്നോടാ നീ പറയുന്നേ? അവൻ എത്ര പെൺകുട്ടികളുടെ ലെറ്റർ വരുന്നറിയാവോ? പെണ്ണോ? ഏ അതാരടാ ഞങ്ങളറിയാത്തൊരു പെണ്ണ് നിനക്ക്? നിങ്ങളല്ലാതെ ഈ പൊട്ടം പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കൂ? മാന്യമായി ജീവിക്കുന്ന അവനെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാടാ. ഇത് മിക്കവാറും പണിയാവും. എടാ ദാമു, ഒന്ന് അടങ്ങടാ. എന്നിട്ട് ഈ വന്നെന്നാ പറഞ്ഞ അത് ശക്തിയോട് പറയരുതെന്ന്. ശിവനെ സത്യം പറഞ്ഞു. എന്താണ് നിനക്കെന്നെ വിശ്വാസമില്ലേ? ആ വിശ്വാസം നീ തെറ്റിക്കരുത്. തെറ്റിച്ച ഇതിനപ്പുറം മാറിയൊരു ശ്മശാനമുണ്ട്. അവിടെ നിന്നെ ഞാൻ പുതപ്പിക്കും. നീ അവന്റെ മുഖത്തോട്ടും നോക്കിക്കേ. നോക്കി, ഞാൻ പറഞ്ഞത് സത്യം. ശിവ സുന്ദരം. ശിവനെ, ഇന്ന് ഇവൻ എന്നെ കൊല്ലും. എടാ ശക്തി, ഞാൻ പോവാടാ. മതിയിടി മതി, ഈ നോട്ടവേ നടക്കുന്നുള്ളൂ. നീ ഇതിപ്പോ വന്ന്? ഞാൻ വന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വെറുതെ ഇത് മനസ്സിൽ കൊണ്ട് നടക്കാതെ പോയി പറയാൻ നോക്കടി ചേച്ചി. അതൊക്കെ ഞാൻ പറഞ്ഞോളാം സച്ചു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാ ഉത്സവത്തിനും ഇത് തന്നെയല്ലേ നടക്കുന്നേ? അവൻ വരും, നീ വരും, നീ അവനെ നോക്കും, അവൻ നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അത് മൈൻഡ് ചെയ്യാനിട്ടൊന്നുമല്ല. ശക്തിയേട്ടൻ അറിയത്തില്ലല്ലോ എനിക്ക് ശക്തിയേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അതങ്ങനെ അറിയുമ്പോൾ എന്നെ മൈൻഡ് ചെയ്തോളൂ. ദേവുവിനോടെങ്കിലും എനിക്കിതെല്ലാം പറയണമെന്നുണ്ട്. പക്ഷെ അവളിതെങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചിട്ട്. അവളെങ്ങനെ എടുത്താലും നിനക്കിപ്പോ എന്താ? നിന്റെ ഇഷ്ടം നീ പറയുന്നു. എന്നാ നീ മാന്യമായിട്ട് ഇവിടെ നിന്ന് വായി നോക്ക്. ഞാൻ പോയി നല്ല വറുത്ത കപ്പലണ്ടി കഴിച്ചിട്ട് വരാം. സച്ചു, നീ പോവാന്നോ? അനിയനായിപ്പോയി. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നേനെ. അതാ ദേവികയുടെ കൂട്ടുകാരിയല്ലേ മാധു. ഇവളെന്തിനാ നമ്മളെ നോക്കുന്നേ? അത് ചിലപ്പോ നിന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കൂടാ. ഓ, അതിനവളുടെ നോട്ടം പോകുന്നത് നമ്മളെ 3 പേർക്ക് നേരെ അല്ലല്ലോ. ദാ ഇവര് നേരെയാണല്ലോ ആ നോട്ടം. അത് നീ പറഞ്ഞത് ശരിയാ. ഒരു പ്രണയമഴയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്.
യുവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. അച്ഛൻ പോകുന്നതിന് മുമ്പേ അവരിവിടെ ഉണ്ട്. അച്ഛൻ കാണാഞ്ഞിട്ടായിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന അവന്മാർക്കും കൊള്ളാം. ദേവും തീ അവളൊരുങ്ങിയോ? ദേവ് ഒരുങ്ങി. അവൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. കാരണം കുറേ ആയില്ലേ ഇങ്ങനെ പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്തിട്ട് അമ്പലത്തിൽ. ശിവ, നീ വന്നേ. ശക്തി, ഞാൻ ലേശം അടിച്ചോളാം. ഇങ്ങനെ നിന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്റെ പൊന്നെ ശിവനെ കറങ്ങി തിരിഞ്ഞെത്തിയെത്തും എനിക്കറിയാം. എന്തിനാ അടിച്ചിട്ട് എന്തിനാ? ഓവറാക്കത്തില്ലടാ. നീ എന്തേലൊക്കെ കാണിച്ചു പോയി, ഞാൻ പോവാ. നിനക്ക് മതിയായോ? എനിക്ക് അവളോട് വെറുപ്പാ. പക്ഷെ അവളെ കാണുമ്പോ എന്റെ ചങ്ക് കിടന്നു. നീ എന്തുവാണ് ഈ പറയുന്നത്? അവളെ കുറിച്ച് ദേവിക. ഓ ദേവിക. പണ്ട് കളിച്ചും ചിരിച്ചും കുറെ കൊണ്ടോണ്ട് നടന്നല്ലേ എന്ന് ആലോചിക്കുമ്പോ നെഞ്ചൊന്ന് പിടക്കി. അവളുടെ അച്ഛന് നോവുന്നത് അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ നോവുന്നത് അവള് മനസ്സിലാക്കില്ല. ശിവ, നിനക്ക് അവളെ ഇഷ്ടമാണോടാ? ഇവന്മാര് താരെ പറ്റി സംസാരിക്കുന്നേ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നിനക്ക് ദേവിക ഇഷ്ടമാണോന്ന്. അപ്പം ശിവയ്ക്ക് ദേവുവിനെ ഇഷ്ടമാണോ? ആ, ഇഷ്ടവാ. ഇത് ശക്തിക്കറിയുമോ? ഇല്ല, അവൻ അറിഞ്ഞു കൊല്ലും പന്നി നിന്നെ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അവൻ അറിഞ്ഞ എന്താ പ്രശ്നം? വേണ്ട, അവനിപ്പോ അറിയണ്ട. അവന്റെ ശിവ അവന്റെ മുമ്പിൽ എപ്പോഴും കളിച്ചിരിച്ച് നടക്കണം. ഇങ്ങനൊരിത് എന്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞ ആ പാവം വെറുതെ. ശക്തി അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, ദേവിക അറിയണ്ടേ? അവളോട് എന്തിനു പറയണം? നിങ്ങൾ ഇവിടെ ഇരിക്കുവാന്നോ? നിങ്ങളെ തിരികെന്നുള്ള ശക്തി ഇങ്ങോട്ട് വന്നത്? ശക്തിയോ? അവ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ദേവികയുടെ പ്രോഗ്രാം തുടങ്ങാറായി, വാ. ഓ, അവളുടെ പ്രോഗ്രാം തുടങ്ങാറായല്ലേ? ശരിയാക്കാം. ശക്തി സാർ ഇത്ര ധൃതിയിൽ എങ്ങോട്ടാണാവോ? ഒരു പ്രശ്നത്തിൽ എനിക്കിപ്പോ താല്പര്യമില്ല, നീ ചെല്ല്. എന്റെ മേത്തോട്ട് വന്ന് കേറിയതും പോരാ, ഞാനിപ്പോ പോണം. അല്ലാണോ? അരുണേ, ഞാനിപ്പോ അടി ഉണ്ടാക്കാനുള്ള മൂഡിലല്ല. അങ്ങനെ അടി ഉണ്ടാക്കണമെന്നാണെങ്കിൽ നീ ശരിക്കും വിളിക്കും. ഡാ വാ, നമുക്ക് പോവാം. നീ പറഞ്ഞത് കേട്ട് അങ്ങനെ വിഴുങ്ങി പോകാൻ ഞാൻ നിന്റെ ശിവയല്ല. നീ എന്താടാ എന്നെ നോക്കി പേടിപ്പിക്കുന്നു? നീ എന്നെ തല്ലിയല്ലേടാ? ഇല്ല, അവൻ അറിഞ്ഞു കൊല്ലും പന്നി നിന്നെ. ശിവേട്ടാ, നിഖിലേട്ടാ, ആരെങ്കിലും ഒന്ന് വാതിൽ ഉറക്കൂ. തല്ലി പൊളിക്കണ്ട, കേറി വാ. നീയോ? നീ എന്താണ് ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. താഴെ ഭയങ്കര അടി, നിങ്ങൾ അറിഞ്ഞില്ലയോ? ആഹാ, ആരൊക്കെയാ? ആ അരുണും ശക്തിച്ചേട്ടനും തമ്മിൽ അടി. ശക്തിയോ? നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലോടാ എന്റെ വഴിക്ക് വരരുതെന്ന്. ശക്തി, ഒന്ന് നിർത്തടാ. ഇത് എന്തുവാടാ ഇത്? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ? വെള്ളം അടിച്ചിട്ട് ചുമ്മാ ഇങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോ ഇതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കും. എവിടെ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. അതെങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കുമല്ലയോ? ഇവന്റെ തന്ത ഇങ്ങനെ തന്നെയായിരുന്നു.
തല്ലി കൊല്ലേ വേണ്ടത്. അവന്റെ തന്ത എങ്ങനെ ആവട്ടെ, പക്ഷെ തന്തയ്ക്ക് മുന്നുണ്ടായ സ്വഭാവം അവൻ കാണിക്കാറില്ല ഇവനെ പോലെ. സമയം കിട്ടുമ്പോ നീ നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്ക് ആരൊക്കെ ശരിയെന്നും തെറ്റെന്നും. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോവാം. കുറച്ചു മുമ്പ് അവിടെ എന്താടാ നടന്നത്? എന്താടാ ശക്തി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിനക്കറിയാലോ അവന്റെ സ്വഭാവം. എല്ലാം കൂടെ ആയപ്പോ എന്റെ കൈ നിന്നില്ലാടാ. അത് വിട്ടേര്, അവനെ നമുക്ക് പുറത്തു വെച്ച് കാണാം. അല്ല, നീ ഇപ്പൊ ഇത് എങ്ങോട്ടാ? ഞാനിപ്പോ വരാടാ. ഓ, നീ ഇവിടെ വന്നിക്കുമായിരുന്നു. നിന്നെ ഞാൻ അവിടെ എല്ലാം തിരക്കി. അച്ഛൻ എന്നാലും അങ്ങനെ പറഞ്ഞാൽ തീരെ ശരിയായില്ല. എനിക്ക് എന്തോ ഭയങ്കര വിഷമമായെങ്കിൽ നീ എന്താടി അത് അവിടെ വെച്ച് പറയാഞ്ഞേ? നിനക്ക് നിന്റെ അച്ഛനെ പേടിയാ. ഞാനെന്ത് പറയാനാടി? ആരുടെ കൂട്ടുകാരൻ തന്നെ എനിക്ക് ഇങ്ങോട്ട് പഠിക്കാൻ വന്നേ, അതെനിക്കുറപ്പാ. അതവിടെ കണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി, നിന്റെ അച്ഛനൊഴിച്ച്. എന്നാലും അത്രയും പേർ മുമ്പ് വെച്ച് ശക്തിയുടെ അച്ഛനെ വിളിച്ച് ആക്ഷേപിക്കണ്ടായിരുന്നു. നീ ഇതിപ്പോ എങ്ങോട്ടാടി? ഞാനിപ്പോ വരാം. ശക്തിയേട്ടാ, രാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ജന്മം വേനൽ കനവായി പോയി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും. ഏയ്, എന്താ ദേവു, നീ എന്തിനാ കരയുന്നേ? സോറി, അച്ഛന് വേണ്ടി ഞാൻ ക്ഷമിക്കാം. അതായിരുന്നു, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തിനാ ചിരിക്കുന്നേ? നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിന്റെ അച്ഛൻ കണ്ടോണ്ട് വരണം. നല്ല വിറ്റായിരിക്കും, നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. ശക്തിയേട്ടൻ എന്താ പേടിയാണോ എന്നോട് സംസാരിക്കാൻ? എനിക്കല്ലല്ലോ ദേവു, നിനക്കല്ലേ പേടി. വേണ്ട വേണ്ട, ഇനി അതിന്റെ പേര് മുഖം മാറ്റണ്ട. ഇടയ്ക്ക് നീ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതാ ആകെ എനിക്കൊരു സമാധാനം. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ശക്തിയേട്ടൻ എന്താ അച്ഛൻ പറയുന്നതിനൊന്നും ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കുന്നേ? അതുകൊണ്ടല്ലേ? ഏയ്, പ്രതികരിക്കാൻ എന്താ ദേവു? ഈ പറയുന്ന മനുഷ്യൻ തന്നെയല്ലേ പണ്ട് എന്നെ ശിവയെ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഇല്ല. പിന്നെ എപ്പോഴും ഇങ്ങനായി. നേരത്തെ അവിടെ എന്താ നടന്നത്? ശക്തിയേട്ടൻ എന്തിനാ അവനെ അടിച്ചത്? അതവൻ ചോദിച്ചു വാങ്ങിച്ചതാ. അവൻ വന്നിടം മുതലേ തുടങ്ങിയതാ ഞങ്ങളെ ചൊറിയാൻ. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. പോയി പ്രോഗ്രാമിന് എന്തൊക്കെയാന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാൻ നോക്ക്. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരുടെ ആർക്കും സംശയം തോന്നണ്ട. അല്ല, ശിവേട്ടൻ എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അവൻ പോയിട്ട് കുറെ ആയല്ലോ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ദേവു, അതെല്ലാം വിട്. ചെല്ല്, പോയി നല്ലതുപോലെ ആ പ്രോഗ്രാം ചെയ്യും. എന്നാൽ ഇവളിതെവിടെ പോയി? നീ കരഞ്ഞു? ഇല്ല. പിന്നെന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പോണം. ഒന്ന് മാറുമോ? നിനക്ക് പോണെങ്കിൽ നീ പോണം. നിന്നെ ആരും കെട്ടിയിട്ടില്ലല്ലോ. കരിനീലമിഴിയഴക് നല്ല മാൻമിഴി
ഷേ ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു, കൊണ്ടുപോയി നശിപ്പിച്ചവള്. അല്ലടാ, ഇവളെന്തിനീ കരയുന്നേ? അവള് കരയോ കീറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. എന്താടാ ഇത്, ഇവരൊക്കെ എന്തിനാ കിടന്ന് കൂവുന്നത്? അവന്മാർക്കൊക്കെ കുറച്ചെന്തെങ്കിലും മതിയല്ലോ കൂവാനായിട്ട്. ഇന്നിരുന്ന് കരയാണെങ്കിൽ പിന്നെ എന്തിനാ നീ അങ്ങോട്ട് വലിഞ്ഞു കയറിയത്? ഓ കോപ്പ്. നീ ഇതെങ്ങോട്ടാ ശിവ? അവിടെ നിൽക്കൂ. എന്താടാ, നിനക്കൊന്നും ഇപ്പൊ കൂവണ്ടേ? എന്തിനാ കാറുന്നത് നീയൊക്കെ? അതായത് ചോദ്യം ശിവേട്ടാ, ഇവിടെ ഈ ഒരാൾ മാത്രമല്ല പ്രോഗ്രാമിനുള്ളത്, ബാക്കി എല്ലാവരും നിൽക്കില്ലയോ? അവരുടെ സമയം കൂടില്ലേ കളയുന്നത്? ഇവിടെ ആരും ആരുടെയും സമയം കളഞ്ഞിട്ടില്ല. പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ദേവിക കളിക്കണമെന്ന ആഗ്രഹത്തോടെ ഈ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവള് കളിച്ചിട്ടേ ഇവിടെ നിറങ്ങും. ഇനി ഇതിനു മേലെ എന്തെങ്കിലും പറയാനുണ്ടോ? ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടി കളിക്കുമ്പോഴേ അമ്മ വാർമുടി കിട്ടുമ്പോഴേ ആടി കളിക്കുമ്പോഴേ വാർമുടി കിട്ടുമ്പോഴേ അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണണ്ട അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണണ്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ അരവിന്ദേട്ടാ, അവനെന്ത് ഭംഗിയായിട്ടാ കളിക്കുന്നേ. ഇതിലും ഭംഗിയായിട്ട് ചില സമയം അവൻ വീട്ടിൽ കളിക്കാറില്ലേ? ഞാനത് ആലോചിക്കുന്നത്. അതെപ്പോ കളിച്ച്? ഡാ കൊള്ളായിരുന്നടാ. എടാ നിങ്ങൾ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോന്നോ? അതെന്ത് ചോദ്യ ശക്തി! അടിപൊളിയല്ലായിരുന്നു. എടി ചേച്ചി, നീ വരുന്നോ? നമുക്ക് അവരൊന്ന് അഭിനന്ദിച്ചിട്ട് വരാം. അഭിനന്ദിക്കാനോ? വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ ഇത്രയും നാൾ അതുപോലെ കളിച്ച അവരിപ്പോ ഞാൻ ചീത്ത വിളിക്കണം. ആ ഗ്യാപ്പിൽ നിനക്ക് ശക്തി ചേട്ടനോട് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് വേണം അയാളെ എന്നെ അന്തസ്സായിട്ട് പുച്ഛിക്കാൻ, അല്ലയോടാ? എന്റെ പൊന്നു ചേച്ചി, നീ ഒന്ന് വാ. വരണോടാ? വരണമല്ലോ, വാ ഇങ്ങോട്ട്. അത് ശരി, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെക്കാളും മുന്നേ പോവാ. ഹായ് ചേട്ടന്മാരെ. ആ വാടാ സച്ചു. എന്താടാ സച്ചു നീ അവിടെ നിക്കണേ? അത് പിന്നെ അവിടെ ഒരാൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളിക്കാരിക്ക് നേരിട്ട് ഒന്ന് പറയാൻ പേടിയാ, അതാ അതിനെയും കൂട്ടിക്കൊണ്ട് വന്നത്. പേടിയോ? അതാരാ അങ്ങനെ ഒരാള്? ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? താ നിൽക്കുന്ന ഇതിന് തന്നെയാ പേടി. ഇവളോ? ഇത് നമ്മളെ മാധുല്ലേ? ഓ, ഇവൻ എന്നെ മാനം കെടുത്തി. നിനക്കെന്തിനാണ് ഞങ്ങളെ പേടി? ഒന്നില്ലേലും നമ്മളൊക്കെ ഒരേ സ്കൂളിൽ പഠിച്ചവരല്ലേ? അല്ല, അത് പിന്നെ ഞാൻ. എന്നാ പിന്നെ നീ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ വാ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. എടാ, നീ എങ്ങോട്ട് പോവാ? സച്ചു, അവിടെ നിക്കടാ. പോയി. അവൻ പോട്ടെ, നീ പറ. ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയതാന്ന് തോന്നുന്നു. പിന്നെ നീ പറ മാധു, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് നിന്റെ കൂട്ടുകാരിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ആ 3 പേരിൽ ആരുടെ പെർഫോമൻസ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അത് ശരിയാണല്ലോ. നിനക്ക് ശിവയാണോ ശക്തിയാണോ ദേവികയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അങ്ങനൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 3 പേരും കൊള്ളായിരുന്നു. പിന്നെ ഞാൻ പൊക്കോട്ടെ, ദേവു എന്നെ തിരക്കും. പറഞ്ഞിട്ട് കൂടി. ശക്തി, നീ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ശക്തി, എടാ നിഖിലേ, ശക്തി അവനെവിടെടാ?
അല്ല, അവൻ ഇത്രയും നേരം ഇവിടെ നിപ്പോണ്ടായിരുന്നല്ലോ. ഇതിപ്പോ അവിടെ പോയി. ചിലപ്പം അങ്ങോട്ട് വലുതും പോയി കാണും. നിന്റെ അടുത്തല്ലേ അവൻ ഇത്ര നേരം നിന്നത്, എന്നിട്ട് നീ കണ്ടില്ല? മാധു, നീ ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. എടാ നിങ്ങളൊന്നും വീട്ടിൽ പോകുന്നില്ലേ? ശക്തി അങ്ങോട്ട് ഓടി പോകുന്നതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. ആഹാ, അവനെ കണ്ടില്ലാതെ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം. ആ വരുണുമായിട്ടുള്ള ബഹളം കഴിഞ്ഞിടം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അവൻ എന്നോട് അകലം പാലിക്കുന്ന പോലെ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടാ, ചിലപ്പോൾ നിനക്ക് തോന്നുന്നതാവും. എടാ, ആ ബഹളത്തിനിടെ ഞാൻ ഓടിപ്പോയി അവിടെ കൈ പിടിച്ചില്ലേ? എന്റെ കൈ തട്ടി മാറ്റിയിട്ടാണ് അവൻ നടന്നു പോയത്. എടാ അതിപ്പം ദേവിയുടെ അച്ഛൻ അവിടെ എല്ലാവരും കേൾക്കുകയല്ല അവനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞത്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം കൊണ്ടായിരിക്കും. ഞാനും അങ്ങനെ കരുതിയത്. പക്ഷേ അവൻ സ്റ്റേജിൽ കയറിയപ്പോ പോലും അവൻ എന്നോടൊന്നും മിണ്ടാൻ പോലും നിന്നില്ലേ. എടാ, എനിക്കും തോന്നുന്നത് ദേവിയായിട്ട് അച്ഛൻ അവനെ അങ്ങനെ പറഞ്ഞതിന്റെ സങ്കടമായിരിക്കും അവന്. അത് മാറാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് എന്തായാലും ഇവിടെ സംസാരിക്കാം. ഇങ്ങാരെന്താ ഇവിടെ? അതെന്താടി, ഇങ്ങാർക്ക് ഇവിടെ വരില്ലെന്ന് പുറത്തു നീ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല, ശക്തിയുടെ എന്താ ഇവിടെ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഓടിയത്? ഓ, അപ്പൊ അവിടുന്ന് എന്റെ പുറകിലുണ്ടല്ലേ? നിന്നെ നിന്റെ അച്ഛൻ ക്രൂശിക്കുന്നത് കണ്ടു. അച്ഛൻ എന്താ പറഞ്ഞേ? അത് പിന്നെ അച്ഛൻ എന്നോട് നീ എന്താ ദൈവം കാണിക്കുന്നേ? മറ്റുള്ളവരെന്തൊക്കെയാ പറയുന്നറിയാം. അവന്മാരുണ്ടെങ്കിൽ നിനക്ക് സ്റ്റേജിൽ ആടാൻ പറ്റത്തുള്ളൂ. അച്ഛൻ എന്തിനാ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നേ? എന്തിനാ അങ്ങനെ കേൾക്കാൻ വേണ്ടി ഒരു സാഹചര്യം നീ ഉണ്ടാക്കി വെക്കുന്നത്? ഇനി ഇതിന്റെ പേരും പറഞ്ഞ അവന്മാരോട് വല്ല അടുപ്പത്തിന് നിന്ന് കഴിഞ്ഞ നിനക്കറിയാലോ അച്ഛനെ. പിന്നെ ഞാനൊന്നും പറയാനും നിന്നില്ല. ഞാൻ അവിടെ നിന്ന് പോന്നു. ഓ, ആ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? ആ സ്വഭാവത്തിലൊന്നും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അച്ഛൻ എന്താ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുന്നു. അതങ്ങനെ ദൈവം, ചില സമയത്ത് സ്വന്തക്കാർ പറയുന്ന വാക്കിനേക്കാളും വില മറ്റുള്ളവർ പറയുന്ന വാക്കിനായിരിക്കും. നിനക്ക് സ്റ്റേജിൽ വെച്ച് എന്താ പറ്റിയത്? അല്ല, എനിക്കെന്തോ പെട്ടെന്ന് നല്ലതുപോലെ കളിച്ചു വന്നിട്ട് അവൾ ലാസ്റ്റ് കൊണ്ടുവന്ന് കല ഉടച്ചേക്കുന്നു. മാഷ് ഇവിടെ നിൽക്കുവാന്നോ? ദേവിക അവിടെ. ദേവു, എന്റെ മോക്കെന്താ? അവക്ക് ഇപ്പൊ ഒന്നുമില്ല, പക്ഷെ ഇനി എന്തെങ്കിലും ആയിക്കൂടാന്നുമില്ല. നിങ്ങളിത് എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ മോക്ക് എന്തോ ആവാനാണെന്നോ? അത് മാഷേ, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദേവികാരോട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഓ, അത് ചിലപ്പോ മാധു ആയിരിക്കും. മാധുവല്ലേ ആ വരുന്നത്? മധു, ദേവിക എന്തി? ഞാൻ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അവിടെ വിട്ടില്ലേ? അവൾ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ആരുടെയും കൂടെ അല്ല. ആ റൂമിലുണ്ട് ഒരുത്തന്റെ കൂടെ. തോന്നിവാസം പറയുന്നോടാ. അച്ഛാ, വേണ്ട. വെറുതെ എന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചോണ്ട് നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് നോക്ക്. മോളവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേന്ന്. ശിവ, നീ വരുന്നുണ്ടോ അതോ ഞങ്ങൾ പോട്ടെ? അവിടെ എന്തൊരു കൂട്ടം. നിന്നോടാ ചോദിച്ചത്, നീ കേട്ടില്ലാന്നുണ്ടോ? നിങ്ങൾ പൊക്കോ, ഞാൻ ശക്തിയോട് വന്നോളാം. എന്നാ നമുക്ക് പോവാം. ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ടല്ലോ, സമയം ഒരുപാടായി. അത് ദേവികയുടെ അച്ഛനല്ലേടാ? അതെന്താ എല്ലാരും അവിടെ? വാ നോക്കാം. നിഖില്, നീ പോയി ശക്തിയെ കണ്ടുപിടിക്ക്. ചെല്. കണ്ട കാര്യം മാത്രമേ ഞാനോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അത്ര വിശ്വാസക്കേടുണ്ടെങ്കിൽ പോയി നോക്കണം. എന്താ എന്താ ഇവിടെ എന്താ എന്താ മധു? അത് പിന്നെ ശിവേട്ട, ദേവ് ആരുടെയോ കൂടെ ഡ്രസ്സിംഗ് റൂമിൽ കയറി കഥ പടച്ചെന്ന് ഇവർ പറയുന്നത്. ആ, കൊള്ളാം. എന്നിട്ട് നിങ്ങളത് കേട്ടോണ്ട് നിൽക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവനെ എനിക്കറിയാം. നാവുണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ വിളിച്ച് പറയരുത് നീയൊക്കെ. അതെന്ത് പറിച്ചില്ല ശിവേട്ട, തോന്നിയ ദിവസം കാണിക്കാം. അതൊന്ന് പറഞ്ഞതായി പോയപ്പോ തെറ്റ്. പക്ഷെ ഇതിനൊക്കെയാണോ അമ്പലമാകുമ്പോ ആളുകളെ കണ്ടെന്നിരിക്കും, സംസാരിച്ചെന്നിരിക്കും. അതൊക്കെ കാണുന്നവന്റെ കണ്ണിന്റെ കുഴപ്പം. ശരി, കണ്ണിന്റെ കുഴപ്പം തന്നെ വെച്ചോ. പിന്നെ ഒരു കുറ്റബോധത്തിനിടെ അവരെന്നും പറഞ്ഞ വന്ന് പറഞ്ഞത്. അതാ കുട്ടി പറയുന്നത് ശരിയാ മാധവ. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ദൈവം വന്നു വലിയ അറിയണ്ടേ? ആ പന്നി, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ മതി, ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. ഞാൻ പോയി നോക്കിക്കോളാം. നിങ്ങൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചതിന്റെ പേരിലല്ല, ഇതെന്റെ മോളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ. ഇനി നമ്മളായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാടാ, നമുക്കും പോവാം. അയ്യോ, കണ്ണ് നിറഞ്ഞല്ലോ. ഏയ്, അതൊന്നും സാരമില്ല ദേവു. ഞാൻ എന്നാ പോട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം ശക്തിയേട്ടനും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ
മനസ്സിലായി. എന്റെ ഉള്ളിൽ അടക്കി വെച്ചതല്ല നീ ഇപ്പൊ പറഞ്ഞത്. അതല്ല എനിക്ക് മനസ്സിലായി. ദേവു, അച്ഛനാ, വാതിൽ തുറന്നേ. അച്ഛൻ ദേവു, നീ കേൾക്കുന്നില്ലേ? വാതിൽ തുറക്കാൻ. അകത്തൊരാളെ വെച്ചാ പിന്നെ എങ്ങനെ തുറക്കുന്നത്? ചവിട്ടി തുറക്കുക വേണ്ടത്. ചവിട്ടി തുറക്കാൻ ഇവന്റെ കുടുംബസ്വത്തല്ല, അമ്പലമൊക്കെയാ. ശിവ, നീ എന്താണ് ഈ കാണിക്കുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? നീ കേൾക്കുന്നില്ലേ ഇവന്മാര് പറയുന്നത്? ഇനിയും സംസാരിക്കാൻ വിട്ടത് നീണ്ടുപോകും. അത് മാത്രമല്ല, ദേവിക ഇത്രയും നേരിട്ട് മിണ്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും പറ്റിയെങ്കിലോ? അതുകൊണ്ട് ഇതേ ഉള്ളൊരു മാർഗം. ഇവനെന്താ ഇവിടെ? ദേവു, നിന്നോടാ ചോദിച്ചത് ഇവനെന്താ ഇവിടെ? അച്ഛാ, അത് പിന്നെ ശക്തിയായിട്ട്